ഹലോ എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ പെരുന്നാൾ ദിനം മുഴുവൻ എങ്ങനെയാണെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അതായത് ഫുൾ ഫണ്ണ്, ഫുഡ്, ഫാമിലി മൊമെൻറ്റ്സ് ഒക്കെ ഉള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ എല്ലാവരും കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഷോർട്സിൽ ഞാൻ മൈലാഞ്ചി ഇട്ടത് കാണിച്ചിട്ടുണ്ടായിരുന്നു, എടുത്തത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ള ഒരു കളർ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റിക്കർ മൈലാഞ്ചി ആവുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ. ആ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് നമുക്ക് ഏത് മൈലാഞ്ചിയാണോ വെച്ചാൽ അതിന് മുകളിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അത് എടുത്തു കഴിയുമ്പോൾ നമുക്ക് സെറ്റ് ആയി കിട്ടും. രാവിലെ ആയപ്പോഴേക്കും മൈലാഞ്ചി അത്യാവശ്യം നല്ല കളറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. കാരണം അധികം രാത്രി മൈലാഞ്ചി ഇടാൻ പറ്റാറുണ്ടാവാറില്ല കേട്ടോ. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, അതിനൊക്കെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് നമ്മൾ പുട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം പെരുന്നാളിന് രാവിലെ അധികം ആളും എളുപ്പത്തിൽ എന്ത് കടി ഉണ്ടാക്കാൻ പറ്റും അതാണ് അധികം ആളും ഉണ്ടാക്കാറുള്ളതല്ലേ. അപ്പോൾ ഞാനിന്ന് പുട്ടാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്നാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഫുഡ് അധികം പുറത്തുനിന്നാണ് പാർസൽ വാങ്ങിക്കാറാണ്. കാരണം നമ്മൾ ഈ ഒരു പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ ഫുഡ് വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നിനും ടൈം കിട്ടൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കാറാണ്. നമ്മളും തറവാട്ടിൽ വാങ്ങിക്കാറാണ്. പിന്നെ അതാ ഈ ഒരു ഫിയാമ സോപ്പ് കൊണ്ടാണ് ഇന്ന് നമ്മളെല്ലാവരും കുളിക്കുന്നത്. വേറെ സോപ്പ് ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ പെരുന്നാളിന് നമ്മൾ പുതിയ സോപ്പ് കൊണ്ട് കുളിക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു എനർജി കൂടെ കിട്ടില്ല. അങ്ങനെ കുഞ്ഞാക്കിയും കുട്ടികളൊക്കെ പള്ളിയിൽ പോയി. പിന്നെ ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടിയിലോട്ടൊക്കെ നിന്നിട്ടോ. അവർ വരുമ്പോഴേക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യണം. അങ്ങനെ ഇതാ വന്നിട്ടുള്ള ഒരു എൻട്രിയാണ് ഈ കാണുന്നത്. ഞാൻ വീഡിയോസ് എടുക്കുന്നത് കണ്ടിട്ടാണ് ബാക്കിലോട്ട് നിൽക്കുന്നത് കേട്ടോ. കാരണം മൂന്നാൾക്കും താല്പര്യമില്ലാത്തൊരു കാര്യമാണ് വീഡിയോസ്. പിന്നെ ഇവർ പോയത് എങ്ങനെ, ഡ്രസ്സ് ഇട്ടത് എങ്ങനെ എന്നൊക്കെ ഉള്ളതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോസ് എടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം കുഞ്ഞാൻ ഫസ്റ്റ് ടൈമാണ് മുണ്ടെടുത്ത് പുറത്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നപ്പോൾ ആ കുറച്ച് എണ്ണക്കടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ഫേവറേറ്റ് സുഖിയനും പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയും കൂടെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്ക് എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കുളിച്ച് മാറ്റിയിരിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എൻ്റെ നൈറ്റിയൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ടായിരുന്നു. പിന്നെ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം പെരുന്നാളിൻ്റെ തിരക്കാകുമ്പോൾ അന്ന് നമുക്കൊന്നും പറ്റൂല. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്ടായിരുന്നു. രാവിലെ അവർ പോയതിനു ശേഷമാണ് അതൊക്കെ സെറ്റ് ചെയ്തത് കേട്ടോ. അങ്ങനെ അവരുടെ കൂടെ ഞാനും ഇരുന്ന് പുട്ടും പഴമൊക്കെ കഴിച്ചു. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സുഖയും കഴിച്ചു. പിന്നെ അതാ നമ്മുടെ ഉഴുന്നുവടയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് എത്ര കഴിച്ചാലും നമുക്ക് മതി വരൂല അല്ലെ, അത്രയും ടേസ്റ്റാണ് ഈ ഒരു സംഭവം. അപ്പോൾ തലേന്ന് പോയിട്ട് രാത്രി എടുത്തിട്ടുള്ളതാണ് ഈ ഒരു മാക്സി കേട്ടോ. കുറേ നേരം നിന്ന് സെലക്ട് ചെയ്തിട്ടൊന്നുമില്ല, പെട്ടെന്ന് സെലക്ട് ചെയ്ത് പോകുന്നതാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടമായോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഇപ്പം നിങ്ങൾക്കാർക്കും ഇഷ്ടമായിട്ടില്ലെങ്കിലും കുഞ്ഞാക്കാർക്ക് ഇഷ്ടമായിക്കണം, എനിക്കത് മതി കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു മാക്സി ഇട്ട ഫീൽ എന്നല്ല, ഒരു ചുരിദാറിന്റെ ടോപ്പ് ഇട്ട ലുക്കൊക്കെയാണ് കണ്ടിട്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കൊന്നും കൂടെ സന്തോഷമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നമ്മുടെ ഈദ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതെങ്ങനെയുണ്ട് എന്നുള്ളതും കൂടെ ഒന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ 2 അഭിപ്രായം പറയണം. അതായത് നൈറ്റിയുടെയും പറയണം, ഈ ഒരു പാർട്ടി വെയറിന്റെയും കൂടെ പറയണം. ഈ ഒരു കളറിന്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. അധികം റെഡ് ആയിരുന്നു, പക്ഷെ ഈ ഒരു യെല്ലോ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു കളറാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുളിച്ച് മാറ്റി ഒരുങ്ങിയതായി പോകുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ ഞങ്ങൾ നേരെ തറവാട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടിക്കുറുമ്പ് ബാക്കിലാണ്, ഞാനും ബാക്കിലാണ് കേട്ടോ. സച്ചാണ് ഇന്ന് മുൻ സീറ്റ് പിടിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ സിഗരറ്റ് മിഠായി അത്ര കേട്ടോ. ഇതെടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിക്കുന്ന പോലെ കാണിക്കലാണ് ഫാദിക്കുട്ടിയുടെ ഒരു ഹോബി കേട്ടോ. അപ്പം ഞാനിത് സ്ഥിരാക്കരുതെന്ന് പറയാറുണ്ട്. കുറേ ആയി ഇതുപോലുള്ള ഒരു ലോങ് കമ്മൽ എടുക്കണം എന്ന് കുറേ ആയിട്ടുള്ള ഒരു ആഗ്രഹമാണ്. ഇതിന് മുന്നേ ഞാനൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇത്രയും വലിപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് കുറച്ച് കൂടി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവരൊക്കെ നല്ലപോലെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തൊരു വലിപ്പമാണ് ഈ ഒരു കമ്മൽ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാനും ചിഹ്നം കൂടെ ഒത്തിട്ടാണ് 2 പേരും ഒരുപോലത്തെ സെലക്ട് ചെയ്തെടുത്തത്. ഇന്ന് നല്ല സമാധാനപരമായ ഒരു ദിവസമാണ്. കാരണം നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടോടി പാത്രം കഴുകലും ക്ലീനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഒരു സമാധാനപരമായിട്ട്. കാരണം രാവിലെ നമുക്ക് കുളിച്ച് മാറ്റി ഒരുങ്ങി റെഡിയായിരുന്നാൽ മതി കേട്ടോ. എന്നും എല്ലാ പെരുന്നാൾക്കും നമുക്ക് ഇങ്ങനെ പറ്റട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. എനിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും. കാരണം നമുക്ക് അടിപൊളിയായിട്ട് സമാധാനപരമായിട്ട് നമുക്ക് ആഘോഷിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫുഡിൻ്റെ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും ടൈം കിട്ടൂല കേട്ടോ. കുറേ കാലങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചതാണ്. ഇപ്പോൾ കുറച്ചായിട്ടാണ് നമുക്ക് ഈ ഒരു സുഖം. അങ്ങനെ ഞങ്ങൾ തറവാട്ടിലെത്തി വന്നപ്പോൾ നെസ്താത്ത് ജസ്റ്റ് ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുകയാണ്, കഴിയാനായിട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. നീനൂൻ്റെയും മാൻ്റെയും എല്ലാ കുളിയും കാര്യങ്ങളും മാറ്റലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ട്രൈപ്പോഡും കൂടെ എടുത്തിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ഫുൾ വ്ലോഗ് എടുക്കാന്നുള്ളൊരു ഇതിലായിരുന്നു. പിന്നെ ഞാൻ ട്രൈപ്പോഡൊന്നും ഉപയോഗിക്കാതെ ഞാൻ എന്നെ കൈ യൂസ് ചെയ്തിട്ടാണ് ഫുള്ള് വീഡിയോസ് എടുത്തത്. ചെന്ന എണ്ണത്തിന് പിന്നെ അമ്മ എല്ലാവർക്കും ഒന്ന് മധുരം നൽകും കേട്ടോ. അതെപ്പോൾ ചെന്നാലും അങ്ങനെ തന്നെയാണ്. മുട്ടായി അല്ലെങ്കിൽ കടല മുട്ടായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരും കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഈ ഒരു സംഭവം. ഞങ്ങൾക്ക് അധികം എല്ലാവരുടെ കൂടെ ഒന്ന് ഡ്രസ്സ് എടുക്കാനൊന്നും വരാറില്ല കേട്ടോ. അപ്പം ഉമ്മാക്കെടുത്ത പർദ്ദ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയുണ്ട്, എന്താണ് അഭിപ്രായം എന്നുള്ളതൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്ക് നെസ്താത്ത പായസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ ഓരോ ഗ്ലാസ് പായസമൊക്കെ കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സേമിയ പായസം ആയിരുന്നു കേട്ടോ. നമ്മളധികം സേമിയ പായസം തന്നെയാണ് അവിടെ വെക്കാറുള്ളത്. ആദ്യം ഈ ഒരു സംഭവം എനിക്കധികം വെക്കാനൊന്നും
അറിയില്ലായിരുന്നു. ഇപ്പം ഞാനത് പഠിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ടൈമിലൊന്നും ഫുഡ് കഴിക്കൂല. എല്ലാവരും പള്ളിയിൽ പോയി വന്നതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കുക കേട്ടോ. അങ്ങനെ ചെന്ന ഉടനെ തന്നെ എൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നീനും ഞാനും കൂടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ബാക്കിയുള്ളവരെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ഫോട്ടോസ് എടുക്കാൻ തന്നെയാണ്. ഇവരിവിടെ ഫോട്ടോസ് എടുക്കുമ്പോൾ ഞാൻ അവരെ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ നിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. അതാണ് ആ കുഞ്ഞാക്ക് അങ്ങനെ ഇടങ്ങന്നിട്ട് നോക്കുന്നത് കേട്ടോ. ഇങ്ങനെ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോൾ നല്ല രസമാണ് അല്ലേ. ഫാമിലി അതുപോലെ കുടുംബം തറവാട്ടിലൊക്കെ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോൾ നല്ല സന്തോഷമാണ് അല്ലേ. പക്ഷെ ഇതിൽ നാത്തൂന് വന്നിട്ടില്ല. നാത്തൂന് ഇന്ന് രാത്രി വൈകിട്ടേ വരുള്ളൂ കേട്ടോ. ഈ ഒരു ടൈമിലൊന്നും അവൾക്ക് വരാൻ പറ്റിയൊരു ചാൻസ് അല്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാവരും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഫുഡൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 ഐറ്റംസ് ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുറുബേനി ഉണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു, ചില്ലി ഉണ്ടായിരുന്നു, തൈര്, പിന്നെ അതുപോലെ മുന്തിരി പുളിയഞ്ചി, ഈ വക ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ പായസം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ദിവസം നമ്മൾ നോമ്പിലായതുകൊണ്ട് നമുക്ക് പിന്നെ പെട്ടെന്ന് ബിരിയാണിയോ മന്തിയോ അതൊന്നും കഴിക്കാൻ പറ്റൂല കേട്ടോ. കാരണം നമ്മൾ ആ ഒരു നോമ്പിൻ്റെ ആ ഒരു ലെവലായിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് എത്ര ഫുഡ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്നാലും പിന്നെ പെരുന്നാളാകുമ്പോൾ എന്തായാലും ബിരിയാണി വെക്കണമല്ലോ. ഓണത്തിന് സദ്യ വെക്കണം എന്ന് പറഞ്ഞ പോലെ ബിരിയാണി മസ്റ്റാണ്. അങ്ങനെ ആണുങ്ങളെല്ലാവരും കൂടെ പള്ളിയിൽ പോയിട്ടോ. പിന്നെ ഞാനും നീനും ഇതാ ഫുൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവൾ ഓരോ ഡ്രസ്സ് മാറ്റി വരും, ഞാൻ ഫോട്ടോസ് എടുക്കും. എനിക്ക് പിന്നെ ഫോട്ടോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ലഹരിയുള്ളൊരു കാര്യമാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലേ. കുഞ്ഞാക്കൻ്റെ അടുത്ത് പറയാറ് തന്നെ ഉണ്ട്, ഈ ഫോട്ടോസ് എടുക്കലെന്ന് പറഞ്ഞാൽ നിൻ്റെ ഒരു അസുഖമാണ്, ഇത് മാറ്റാൻ പറ്റൂല എന്ന് പറയും. കാരണം അത്ര ഞാൻ അഡിക്റ്റാണ് കേട്ടോ. എവിടെ പോവുകയാണെങ്കിലും ഈ ഒരു ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഇഷ്ട പരിപാടിയാണ്. എല്ലാവരും ഷൂട്ട് ചെയ്യല്ല കേട്ടോ, നമ്മളെ തന്നെ ഷൂട്ട് ചെയ്യുക. അങ്ങനെ അതാ ഓരെല്ലാവരും കൂടെ വന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളിത് വീട്ടിൽ വെക്കുകയാണെങ്കിൽ ഇത് കഴിക്കുന്ന ആ ഒരു ടൈം വരെ നമുക്ക് ടെൻഷനാണ്. ഇത് രസമുണ്ടോ, ടേസ്റ്റ് ഉണ്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ. ഇങ്ങനെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ആർക്കും ഒരു ടെൻഷനും ഉണ്ടാവില്ല കേട്ടോ. കാരണം ഇത് നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്നതാണല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും കിടന്നുറങ്ങി കേട്ടോ. പിന്നെ എണീച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതാ ഓരോരുത്തരായിട്ട് ഐസ്ക്രീമൊക്കെ കഴിക്കാൻ തുടങ്ങി. ഇപ്പോഴും ഇവരുടെ കയ്യിൽ ഫോണൊക്കെയാണ് കേട്ടോ. കാണാതെ മെല്ലെ മുകളിൽ വന്നിരുന്നിട്ട് ഐസ്ക്രീം കഴിക്കുകയാണ്, ഫോണിൽ കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലോട്ട്, അവിടുന്ന് നേരെ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കറിവേപ്പില മുഴുവൻ തീർന്നിട്ടുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ തൈയൊന്നുമില്ല കേട്ടോ. ഞാൻ കടയിൽ നിന്ന് അധികം വാങ്ങിക്കും, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് കൊണ്ടുപോകാറാണ്. അങ്ങനെ കുറച്ചധികം കറിവേപ്പിലയും കൂടെ എടുത്തിട്ട് നമ്മളിതാ നേരെ അവിടുന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ മേലെഴുകി നമസ്കാരമൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഡ്രസ്സൊക്കെ മാറി അങ്ങനെയാണ് എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളൊരു പ്ലാൻ കേട്ടോ. കാരണം ഇന്ന് എൻ്റെ വീട്ടിലേക്ക് മാത്രമല്ല, നേരെ എൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് നേരെ ഉമ്മാൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. കാരണം അവിടെ എല്ലാ കസിൻസും ആൾക്കാരും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ അവിടെ പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടമാണ്. കാരണം ഒറ്റ ദിവസം കൊണ്ട് എല്ലാവരെയും കാണാൻ പറ്റുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു ഭാഗ്യമുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് നമുക്ക് പോകാൻ പറ്റുക എന്നുള്ളതും ഭയങ്കര ഒരു ഭാഗ്യമുള്ള കാര്യമാണ്. കാരണം ഇവിടെ എല്ലാവരും കൂടെ കൂടുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും പോകാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ പരിപാടി ഉച്ചക്കൊക്കെ ആക്കിയതുകൊണ്ട് നമുക്ക് പിന്നെ വൈകുന്നേരത്തേക്ക് ഇവിടുന്ന് എന്തായാലും ഉമ്മാൻ്റെ വീട്ടിൽ പോകാൻ പറ്റി. അവിടെ എല്ലാവരും വന്നു, എല്ലാവരെയും കാണാൻ പറ്റി. പക്ഷേ ചിന്നുവിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവളുടെ കല്യാണം കഴിഞ്ഞ വീട്ടിൽ ഇന്ന് രാത്രിയായിരുന്നു പരിപാടി. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് മാത്രം വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ രാത്രി ഒരു 7:30 ഒക്കെ ആകാനായപ്പോഴാണ് ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇടയിൽ ഞങ്ങൾ ഇറങ്ങി കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് അവിടെ എത്തിയപ്പോൾ കൂടുതൽ ആൾക്കാരെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, റബ്ബേ ഞാൻ മാത്രമാണ് ആദ്യം വന്നത്, ആരും വന്നിട്ടില്ല, എല്ലാവരും വരുമെന്ന് പറയലാതെ വന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഉള്ളിൽ ചെന്നപ്പോൾ ഞാൻ അന്തം വിട്ടു കേട്ടോ. കാരണം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഒക്കെ ഓരോ റൂമിൻ്റെ മൂലയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ചെറുപ്പം മുതലേ ഞങ്ങൾ രണ്ടുപേരെന്ന് പറഞ്ഞാൽ ട്വിൻസ് പോലെ ആയിരുന്നു. അതായത് ഞാനും കുഞ്ഞോളും കേട്ടോ. അവളിതാ മുട്ടായിയൊക്കെ ഒരുക്കാണ് കേട്ടോ. എനിക്ക് ഈ ഒരു മുട്ടായിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനൊന്ന് കഴിച്ച് ബാക്കിയൊക്കെ ഓരോരുത്തർക്കായിട്ട് വിതരണം ചെയ്തു കേട്ടോ. എല്ലാ പ്രാവശ്യവും എൻ്റെയും കുഞ്ഞോളിയും ഡ്രസ്സ് ഒരേപോലെ ആയിരിക്കും. ഒരേപോലെ എന്ന് പറഞ്ഞാൽ കളർ ചേഞ്ച് ആയിരിക്കും, പക്ഷേ വർക്കും കാര്യങ്ങളൊക്കെ ഒരേപോലെ ആയിരിക്കും കേട്ടോ. ഇപ്രാവശ്യത്തതും അങ്ങനെ തന്നെയാണ്. ചെറുപ്പം മുതലേ ഞങ്ങളത് അങ്ങനെയാണ് കേട്ടോ. കാരണം ഞങ്ങൾ ആദ്യമൊക്കെ ഞങ്ങൾ പോകുന്നത് ഒപ്പമല്ലെങ്കിലും എടുക്കുന്നത് ഒരു കടയിൽ നിന്നായിരുന്നു. ജസ്റ്റ് വരുന്ന മോഡൽ അവൾക്കും കിട്ടും എനിക്കും കിട്ടാറുണ്ട്. കളർ ചേഞ്ച് ആകാറുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും സംഭവം ഒരേതാണ്. ഇപ്രാവശ്യം അവൾ നീലെടുത്തു, ഞാൻ മഞ്ഞെടുത്തു എന്നുള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഏതെടുക്കുന്നു പ്ലാനിടും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഈ ഒരു പെരുന്നാളിൻ്റെ ദിവസം വരുമ്പോൾ മാത്രമേ കാണാറുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ഏകദേശം എല്ലാ കസിൻസും കുടുംബങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു, അടുക്കളൻ്റെ അവിടെ പോയിരുന്ന് സംസാരിച്ചു. അതാണ് ഞങ്ങളുടെ മെയിൻ സ്പോട്ട് കേട്ടോ. അമ്മാരുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഇരിക്കില്ല. അടുക്കളൻ്റെ ആ ഒരു പുറത്തത്തെ ഒരു പുള്ളത്തുണ്ട് എന്ന് പറയുന്നൊരു തിണ്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കാറ്. ഈ ഒരു സ്പോട്ടാണ് ഞങ്ങളുടെ സ്പെഷ്യൽ സ്പോട്ട് എന്ന് പറയുന്നത്. കാരണം ഇവിടെ പുറത്ത് അടുപ്പത്താണ് നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ വെക്കാറുള്ളത്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകൊക്കെ വേണം. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇങ്ങനെ കുത്തിത്തിരിയെന്ന് പറയുന്ന പോലെ ഇരിക്കും കേട്ടോ. അത് ഞങ്ങൾക്കൊരു ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ അതാ ഓരോരുത്തരായിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി. ആദ്യം കുട്ടികളൊക്കെ ഇരുന്നു, പിന്നെ അതാ ഓരോരുത്തർ ആണുങ്ങൾ ഫസ്റ്റ് ഇരുന്നു, പിന്നെ കുറേശ്ശെ പെണ്ണുങ്ങൾ ഇരിക്കാൻ തുടങ്ങി.
അങ്ങനെ അത് ഓരോരുത്തർ ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ അവിടേക്ക് അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ വീഡിയോസ് ഇങ്ങനെ ഓരോരുത്തരത്ത് ഫോൺ കൊടുത്തിട്ട് നമ്മൾ പറയും വീഡിയോസ് എടുത്തിട്ട് വായോ എന്നുള്ളത്. കാരണം നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരോടും സംസാരിക്കാനോ ആരെയും കാണാനൊന്നും പറ്റൂല. അപ്പോൾ ഓരോ കുട്ടികളെടുത്തും ഓരോരുത്തൊക്കെ നമ്മൾ ഫോൺ കൊടുത്തിട്ട് വീഡിയോസ് എടുക്കാൻ പറയാറാണ്. അങ്ങനത്തെ ലാസ്റ്റ് ഫൈനൽ നമ്മളും ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയും ബിരിയാണി തന്നെ ആയിരുന്നു. പക്ഷെ എല്ലായിടത്തും നമുക്ക് ബിരിയാണിയൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പിന്നെ ഒന്നാമത് നോമ്പുമാണ്, നമുക്ക് കഴിച്ചാൽ പോവില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ നല്ലൊരു രസമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ നമ്മുടെ കുടുംബക്കാരാണെങ്കിലും അയൽക്കാരാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് കുറേ കളിയാക്കലുകളും പരിഹാസങ്ങളും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റൂല. കാരണം എനിക്ക് ഫസ്റ്റ് ഒരു ചാനലുണ്ടായിരുന്നു. ആ ഒരു ചാനലിൽ എനിക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധം എന്ന് പറയുന്നത് അതായിരുന്നു കേട്ടോ. കാരണം ഫാമിലിയിലാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും അയൽവാസികളാണെങ്കിലും ആരാണെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മളെ കളിയാക്കും. കാരണം നമ്മുടെ വീഡിയോസത്തെ ഏതെങ്കിലും ഒരു ഡയലോഗ് എടുത്തിട്ടായിരിക്കും ഒരു നമ്മളെ കളിയാക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരെന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല, എന്തോ പറഞ്ഞോ എന്നുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ നിൽക്കുകയാണെങ്കിൽ പിന്നെ അവർ കുറച്ചൊക്കെ അവർ പറയും. പിന്നെ അവർക്ക് തോന്നും ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർ ഈ ഒരു ലെവലിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും പറയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ എന്നല്ല, നമ്മൾ എന്തൊരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാലും ഒരാളുടെ വാക്കും കേൾക്കേണ്ട, നമുക്ക് എന്ത് ശരി തോന്നുന്നു അത് നമ്മൾ നോക്കിയാൽ മതി. പിന്നെ നമ്മുടെ ഹസ്ബൻഡിൻ്റെ അതുപോലെ തന്നെ കല്യാണം കഴിച്ച വീട്ടുകാരുടെയും നമ്മുടെ വീട്ടുകാരുടെയും കുറച്ചൊക്കെ വാക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിച്ചിട്ട് അങ്ങനെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും അത് കണ്ടിന്യൂ അങ്ങനെ 9:30 ആയപ്പോഴേക്കും അമ്മാൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ വന്ന് അവിടുന്ന് ഇതാ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഉപ്പിയമ്മയും കാക്കും അനിയൊക്കെ ഇതാ ഞങ്ങളെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവർ ഈ ഒരു യാത്ര അയക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലിങ്സ് ആണ് കേട്ടോ. എപ്പോഴും ഇത് തുടരട്ടെ എന്നുള്ളതാണ്. കാരണം അവിടെ അങ്ങനെ നിൽക്കാൻ ഒരാളില്ലെങ്കിൽ നമ്മൾ ആകെ തളർന്നു പോകില്ലേ. ഫുഡ് നമുക്ക് പ്രധാനമായതുകൊണ്ട് വരുന്ന വഴി നമ്മളിതാ പാരാമൗണ്ട് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ കുറച്ച് പൊറോട്ടയും ചിക്കൻ കറിയോ ചിക്കൻ കുറുമേ അങ്ങനെ എന്തോ ഒരു ഐറ്റംസ് ആയിരുന്നു കേട്ടോ. കറക്റ്റായിട്ട് എനിക്ക് ഇതിൻ്റെ പേര് കിട്ടുന്നില്ല, ഓർമ്മ കിട്ടുന്നില്ല. ഒരു സംഭവം വാങ്ങിച്ച് നമ്മൾ അതും കൂടെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. എവിടെ കയറി കഴിഞ്ഞാലും എനിക്കും കുഞ്ഞാക്കാക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇപ്പോഴും അത് നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫാദി അല്ലെങ്കിൽ സച്ചു ചീത്ത പറയട്ടെ. അപ്പോൾ ആ ഒരു ഡയലോഗാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, അവർ ചീത്ത പറയും ഞങ്ങൾ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ വെറുതെ തമാശക്ക് പറയായിരിക്കും. മര വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകാമെന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വൈകിട്ടാണ് അവിടുന്ന് എത്തിയത് കേട്ടോ. 11:30-12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി നമുക്ക് എവിടേക്കും പോകാൻ പറ്റിയൊരു അവസ്ഥയല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു പെരുന്നാൾ ദിവസത്തെ മുഴുവൻ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ പെരുന്നാളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ബൈ.